السلام عليكم ورحمة الله وبركاته. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله، والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي، وما توفيقي إلا بالله عليه توكلت وإليه أنيب. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. ولد الحبيب سيد المتعبد والنور من وجناته يتوقد. يا ربي صل على النبي محمد منجي الخلائق من جهنم في غدي. واعلموا أمة محمد صلى الله عليه وعلى آله وأصحابه وسلم تسليما كثيرا كثيرا. സ്നേഹമുള്ള വിശ്വാസികളെ, വിശ്വാസിനികളെ, മഹാനായ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറയുന്നതിലൂടെ, അറിയുന്നതിലൂടെ, പഠിപ്പിക്കുന്നതിലൂടെ, പാഠം ഉൾക്കൊള്ളുന്നതിലൂടെ, പിൻപറ്റുന്നതിലൂടെ ഇരുലോകത്തും വിജയിക്കുന്ന മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മളെയും കൂട്ടുകുടുംബാദികളെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും നാമുമായി നന്മയിൽ ബന്ധപ്പെട്ടവരെയും നമ്മെ സഹായിക്കുന്നവരെയും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒരു ദിനം ഒരു നന്മ 132ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന തുടർ പ്രസംഗത്തിന്റെ 16ാം ഭാഗമാണ് ഇന്ന്. ഇന്നത്തെ വിഷയം ഷാമിലേക്ക് ഒരു കച്ചവട യാത്ര എന്നുള്ളതാണ്. അത് പറയാനും മനസ്സിലാക്കാനും നബിതങ്ങളെ അടുത്തറിയാനും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീഖ് തരുമാറാവട്ടെ. സ്നേഹമുള്ളവരെ, മഹാനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രായം 25ലേക്ക് എത്തി നിൽക്കുന്നു. അതേവരെയുള്ള സാഹചര്യം മക്കയിലെ അറബികളായ ഖുറൈശികളായ കൂട്ടുകാരുടെ മാനസികമായ ഭൗതിക താൽപര്യ ലക്ഷ്യത്തിനുമായി ബന്ധപ്പെട്ട് ഒരു പ്രവൃത്തികളിലും ഏർപ്പെടാൻ മുതിർന്നില്ല. പലപ്പോഴും ചിന്തനീയമായ മനസ്സോടുകൂടി ഏതോ ലക്ഷ്യമന്വേഷിക്കുന്ന ഒരന്വേഷകനെ പോലെ ഇരിക്കുമായിരുന്നു. അബൂ താലിബിന്റെ വീട്ടിൽ ഒരുപാട് അംഗങ്ങൾ ഉള്ളതുകൊണ്ട് അബൂ താലിബും മക്കളും അവിടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിച്ചു. ആ കുടുംബത്തോടൊപ്പം അവരെക്കാളേറെ സന്തോഷത്തോടെയും തൃപ്തിയോടെയും അബൂ താലിബ് എന്ന പിതൃവ്യനെ അനുസരിച്ചുകൊണ്ട് മുഹമ്മദ് എന്ന 25 വയസ്സുവരെ എത്തി നിൽക്കുന്ന ചെറുപ്പക്കാരനും ആ കുടുംബത്തിന്റെ ഒരംഗമായി എല്ലാവരുടെയും സ്നേഹവും ലാളനയും ഏറ്റുവാങ്ങി അവിടെ ജീവിച്ചു. അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം മക്കളെക്കുറിച്ചുള്ള ആശങ്കയേക്കാൾ കൂടുതൽ ആശങ്ക മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനെ കുറിച്ചാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട മക്കളെക്കാൾ ഏറെ സ്നേഹവും
മുഹമ്മദ് എന്ന ചെറുപ്പക്കാരനോട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ദിവസം അബൂ ത്വാലിബ് മനസ്സിൽ കുമിഞ്ഞുകൂടിയ ആശങ്ക മുഹമ്മദ് എന്ന ചെറുപ്പക്കാരന്റെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ത്വാലിബ് അടുത്തു വിളിച്ചു, മോനെ മുഹമ്മദേ, അലിംതു അന്ന അബവൈക മാത വലം യത്റുക മാലൻ വലാ ഖൈറ. എന്റെ മനസ്സിൽ ഇങ്ങനെ കുമിഞ്ഞുകൂടി കിടക്കുന്ന ചിന്ത എന്താണെന്ന് ചോദിച്ചാൽ, നിന്റെ മാതാപിതാക്കൾ മരണപ്പെട്ടു പോയിട്ടുണ്ടല്ലോ, അവരാണെങ്കിൽ അനന്തരാവകാശ സ്വത്തായി മാറ്റിവെക്കാൻ പറ്റുന്നത് പ്രത്യേകിച്ചൊന്നും ബാക്കി വെച്ചിട്ടില്ല. വലാ ഖൈറൻ, നന്മയെന്ന് പറയാൻ, എടുത്തു പറയാൻ, ബാക്കിയാക്കി നിനക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതൊന്നും വെച്ചിട്ടല്ല അവര് പോയത്. അതുകൊണ്ട് എന്റെ മനസ്സിലുള്ള ചില വിഷയങ്ങൾ നിന്നോട് പറയണമെന്ന് ആഗ്രഹിക്കുന്നു. മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിനോട് പറഞ്ഞു, തക്കല്ലം യാ അമ്മി, പിതൃവ്യ, അവിടുന്ന് എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറയൂ. തക്കല്ലം യാ അമ്മി ബിമാ ശിഅത, എന്താ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതൊന്ന് തുറന്നു പറയൂ. വഅന മുതീഉൻ ലക, ഞാൻ നിങ്ങൾക്ക് എല്ലാ രീതിയിലും വഴിപ്പെടുന്നവനാവാം. അങ്ങനെ അബൂ ത്വാലിബ് മുഹമ്മദ് എന്ന 25 വയസ്സുകാരൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിലെ കുലപതി സ്ത്രീയായ ഖദീജ ബിൻത്ത് ഖുവൈലിദിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുത്തി. പിതാവിന്റെ വേർപാട് സംഭവിച്ചതും ഖുവൈലിദ് മരണപ്പെട്ടതും, അതേപോലെ 2-3 വിവാഹബന്ധവുമായി ഏർപ്പെട്ടതും, ഇപ്പോൾ ഒറ്റയ്ക്ക്, പക്ഷെ അവർ നല്ല ഒരു കച്ചവടക്കാരിയാണ്, നല്ല മനസ്സുള്ള ഒരു കച്ചവടക്കാരിയാണ്. മക്കയിലെ വിശ്വസ്തരായ പുരുഷന്മാരെ തെരഞ്ഞുപിടിച്ച് സിറിയയിലേക്ക് അഥവാ ഷാമിലേക്ക് ഖദീജയുടെ കച്ചവട സാധന സാമഗ്രികളെ അവിടെ കൊണ്ടുപോയി വിൽക്കുവാൻ കൊടുത്തയക്കാറുണ്ട്. അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ മക്കക്കാർക്ക് ആവശ്യമുള്ള സാധന സാമഗ്രികൾ വാങ്ങിക്കൊണ്ടുവരാനുള്ള ലിസ്റ്റും കൊടുത്തുവിടും. അവിടുന്ന് ഷാമിൽ നിന്ന് തിരിച്ചു പോരുമ്പോൾ ഇവിടെ കിട്ടാത്ത പല സാധനങ്ങളും അവിടെ കിട്ടും, അതും വാങ്ങിക്കൊണ്ട് തിരിച്ചു പോരും. അങ്ങനെ കച്ചവടത്തിന് പോകുന്നവർക്ക് മക്കയിലെ വിലപിടിപ്പുള്ള ചുവന്ന പെണ്ണൊട്ടകത്തിൽ 1-2 ഒക്കെ കൂലി കൊടുത്തിട്ടാണ് പുരുഷന്മാരെ പറഞ്ഞയക്കാറുള്ളത്. ഈ മോനെ മുഹമ്മദെ, എന്റെ കാലശേഷം നിന്റെ വിഷയത്തിൽ എനിക്ക് വല്ലാത്ത ഒരാശങ്കയുണ്ട്. മാതാപിതാക്കൾ അനന്തരാവകാശ സ്വത്തൊന്നും ബാക്കി വെച്ചിട്ട് പോകാത്തത് കൊണ്ട് ഒന്നുമില്ലാത്ത കാലിയായ കൈകളുമായി നീ ജീവിക്കേണ്ടി വരുമ്പോൾ എന്റെ കാലം കഴിഞ്ഞാൽ അതൊരു വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിന്നെ ഒരു കച്ചവട മേഖലയിലേക്ക് തിരിച്ചുവിടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്താണ് അഭിപ്രായം? ഖദീജയുമായിട്ട് ഞാനൊന്ന് സംസാരിക്കട്ടെയോ? നീയും എന്റെ കൂടെ ഒന്ന് പോരുമോ? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, വഅന മുതീഉൻ ലക, പിതൃവ്യ, നിങ്ങൾ എന്തു പറഞ്ഞാലും ഞാൻ അതിനനുസരിക്കാം. എനിക്ക് നന്മയല്ലാത്തതൊന്നും നിങ്ങൾ പറയുമെന്ന് എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നിങ്ങൾ എന്തു പറഞ്ഞോ അത് ഞാൻ അനുസരിക്കാം. അങ്ങനെ ഇരുവരും കൂടി ഖദീജയുടെ വീട്ടിലേക്ക് പോവുകയാണ് റളിയല്ലാഹു അൻഹ. അങ്ങനെ ഖദീജയുടെ കാര്യം മുഹമ്മദിനെ പരിചയപ്പെടുത്തുന്നു. ഇതെന്റെ സഹോദരപുത്രൻ മുഹമ്മദ്, മാതാപിതാക്കൾ മരണപ്പെട്ടു പോയവൻ, അബ്ദുള്ളയുടെ പ്രിയപ്പെട്ട മകൻ, വയസ്സ് 25ലേക്ക് എത്തി നിൽക്കുന്നു. വിശ്വസ്തനാണ്, സത്യസന്ധനാണ്. ഏതൊരു വിഷയത്തെയും കൃത്യമായി ഉത്തരവാദിത്വത്തോടുകൂടി ഏൽപ്പിക്കാൻ പറ്റും. ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെ കൃത്യമായി നിർവഹിക്കുന്ന ഈ കാലഘട്ടങ്ങളിൽ ഈ മക്കയിൽ മറ്റു ചെറുപ്പക്കാരിലേക്ക് നോക്കുമ്പോൾ അവരെക്കാളൊക്കെ ഉത്തമൻ. മുഖസ്തുതി പറയുകയല്ല ഖദീജ, അത് അനുഭവിച്ചറിയേണ്ടതാണ്. ഞാൻ എന്റെ കൂടെ നിർത്തിക്കൊണ്ട് പല രീതിയിലും അനുഭവിച്ചറിഞ്ഞതാണ്. അതുകൊണ്ട് ഖദീജ, എനിക്ക് നിന്നോട് പറയാനുള്ളത്, മക്കയിലെ പല പുരുഷന്മാരെയും, വിശ്വസ്തരായ പുരുഷന്മാരെ സാധന സാമഗ്രികളും കൊണ്ട് സിറിയയിലേക്ക്, ഷാമിലേക്ക് പറഞ്ഞയച്ച് ചുവന്ന 2 പെണ്ണൊട്ടകത്തെ കൊടുത്തിട്ടാണ് നീ കച്ചവടം നടത്തുന്നത്, അവർക്ക് കൂലി കൊടുക്കുന്നതെന്നറിഞ്ഞു. പക്ഷേ മുഹമ്മദിനെ നീ അതിനുവേണ്ടി തെരഞ്ഞെടുക്കണം. മുഹമ്മദിനെ ഏൽപ്പിക്കാൻ കൊള്ളാം. എനിക്കൊരു നിബന്ധനയുള്ളൂ, മറ്റുള്ളവർക്ക് നീ 2 ഒട്ടകത്തെ കൂലി കൊടുക്കുമ്പോൾ മുഹമ്മദ് ഒന്നും ഇല്ലാത്തവനല്ലേ, അവനെ നീ ഒന്ന് കാര്യമായിട്ട് പരിഗണിക്കണം. സാധിക്കുമെങ്കിൽ 4 ഒട്ടകത്തെ നീ ഒന്ന് കൊടുത്താൽ തരക്കേടില്ല.
കാരണം ഖദീജയെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് കച്ചവടത്തിന് പോകാൻ വിശ്വസ്തരായവരെ അത്യാവശ്യമായി നിൽക്കുന്ന ഘട്ടമായിരുന്നു. അപ്പോഴാണ് ഇത് പറയുന്നത്. ബീബി ഖദീജ റളിയല്ലാഹു അൻഹ അബൂ ത്വാലിബിനോട് എന്തു പറഞ്ഞെന്നോ? അല്ലയോ മഹാനവറുകളെ, പരിഗണ്യനല്ലാത്ത ഒരകന്ന ആൾക്ക് വേണ്ടി പോലും നിങ്ങൾ ശുപാർശ ചെയ്താൽ നിങ്ങളുടെ വാക്ക് ഞാൻ സ്വീകരിച്ച് നിങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ച് കൂലി കൊടുക്കും. എങ്കിൽ പിന്നെ പരിഗണ്യനായ ഒരു വ്യക്തി, ഏറ്റവും അടുപ്പമുള്ള കുടുംബത്തിൽപ്പെട്ട, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട, നിങ്ങളുടെ മക്കളെക്കാൾ ഏറെ സ്നേഹിക്കുന്ന മുഹമ്മദിന് വേണ്ടിയാണ് നിങ്ങൾ പറയുമ്പോൾ, അതും വിശ്വസ്തനും സത്യസന്ധനും മറ്റെല്ലാ നന്മകളും ഒരുമിച്ച് കൂടിയ വ്യക്തിക്ക് വേണ്ടി നിങ്ങളത് പറയുമ്പോൾ ഞാൻ അത് അനുസരിക്കാതിരിക്കില്ല. തീർച്ചയായും നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ അനുസരിക്കും. കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് എത്തി. അങ്ങനെ ഖദീജ ബീവിയുടെ വീട്ടിൽ റളിയല്ലാഹു അൻഹ മുഹമ്മദ് എന്ന 25 വയസ്സുള്ള ചെറുപ്പക്കാരനെ നിർത്തി. ഖദീജയുടെ വീട്ടിൽ ഒരു ഭൃത്യനുണ്ട്. 40 വർഷക്കാലമായി ആ ഭൃത്യൻ മറ്റുള്ള കച്ചവടക്കാരോടൊപ്പം ഖദീജയുടെ കച്ചവട സാധനങ്ങളും കൊണ്ട് ഷാമിലേക്ക് പോയ അനുഭവങ്ങളുണ്ട്. ഖദീജ ആ ഭൃത്യനെ വിളിച്ചു. മൈസറ എന്നാണ് ആ ഭൃത്യന്റെ പേര്. മൈസറ, കച്ചവടത്തിന്റെ അനുഭവങ്ങളൊക്കെ മുഹമ്മദ് എന്ന ഈ ചെറുപ്പക്കാരനോടൊന്ന് പറഞ്ഞു കൊടുക്കണം. എന്നിട്ട് മുഹമ്മദിനെ കച്ചവടത്തിന് നേതൃത്വം നൽകി വിടാൻ ആഗ്രഹിക്കുന്നു, താങ്കളും കൂടെ പോണം. അങ്ങനെ അനുഭവങ്ങളൊക്കെ പറഞ്ഞു പഠിപ്പിക്കാൻ വേണ്ടി മുഹമ്മദിനെ അവിടെ നിർത്തിക്കൊണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബ് അവരുടെ വീട്ടിലേക്ക് പോയി. കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുത്തു. അങ്ങനെ കച്ചവട സാധന സാമഗ്രികളും കൊണ്ട് സിറിയയിലേക്ക് അഥവാ ഷാമിലേക്ക് പുറപ്പെടാനുള്ള സമയമായി. സകല ആശീർവാദങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിച്ചുകൊണ്ട് കുടുംബാദികളൊക്കെ ഒത്തുകൂടി. അങ്ങനെ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന ചെറുപ്പക്കാരന്റെ മേൽനോട്ടത്തിൽ സഹായത്തിനു മൈസറയും കൂട്ടിക്കൊണ്ട് വലിയ ഒരു സംഘം ഒട്ടകത്തിന്റെ കാഫില ഷാമിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് പുറപ്പെടുകയാണ്. പുറപ്പെടുന്ന സമയത്ത് ഖദീജ ബീവി ഭൃത്യനായ മൈസറയെ അടുത്ത് വിളിച്ചിട്ടൊരു വസിയത്ത് ചെയ്തു. മൈസറ, ഫൻദുർ, ഞാൻ പറയുന്നത് ശ്രദ്ധയോടെ താങ്കൾ ഒന്ന് കേൾക്കണം. കുറെ വിഷയങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ പ്രധാനമായി എടുത്തു പറഞ്ഞതായിട്ട് കിതാബിൽ പറയുന്നത്, അല്ലാ തഅസി ലഹു അംറ, മുഹമ്മദ് എന്ത് പറഞ്ഞാലും നീ ഇതിനെതിര് പറയരുത്, എതിര് ചെയ്യരുത്. മുഹമ്മദ് എന്ത് പറഞ്ഞു അതേ നീ ചെയ്യാവൂ. അതിനപ്പുറത്തേക്ക് എനിക്ക് 40 വർഷത്തെ അനുഭവ പാരമ്പര്യമുണ്ട് എന്നൊക്കെ കഥകൾ പറഞ്ഞിട്ട്, അനുഭവങ്ങൾ പറഞ്ഞിട്ട് മുഹമ്മദിന്റെ തീരുമാനങ്ങളെ, ഒരിക്കലും കൽപ്പനകളെ നീ അനുസരിക്കാതിരിക്കരുത്. ഭൃത്യനെ പോലെ കൂടെ നിന്ന് വേണ്ട പരിചരണങ്ങളും സംരക്ഷണങ്ങളും കൊടുത്ത് കൂടെ നിന്ന് എല്ലാം ചെയ്യണം. അതേപോലെ വലാ തുഖാലിഫ് ലഹു റഅയ, മുഹമ്മദ് ഏതെങ്കിലും ഒരഭിപ്രായം പറഞ്ഞാൽ അതിനെതിരായിട്ട് നീ ഒന്നും പറയരുത്, ചെയ്യരുത്. കാരണം നിനക്ക് 40 വർഷത്തെ അനുഭവം ഉണ്ടാകും, അതിലൊരുപാട് പറയാനുണ്ടാകും. അതൊന്നും മുഹമ്മദിന്റെ മുമ്പിൽ നീ അവതരിപ്പിക്കണ്ട. മുഹമ്മദ് എന്ത് പറയുന്നു അതിനെതിര് ചെയ്യരുത്. മുഹമ്മദ് എടുക്കുന്ന തീരുമാനത്തിന് എതിരഭിപ്രായമായിട്ട് നീ പറയരുത്, ചെയ്യരുത്. അങ്ങനെ എല്ലാ ആശീർവാദങ്ങളോടും കൂടി കച്ചവട സംഘം പുറപ്പെടുകയാണ്. അതെ, ഷാമിലേക്കുള്ള 2ാമത്തെ യാത്ര. മുമ്പൊരിക്കൽ യാത്ര ചെയ്തിരുന്നു. 9 വയസ്സുള്ളപ്പോൾ പിതൃവ്യൻ അബൂ ത്വാലിബിനൊപ്പം നാട്ടിൽ ഒറ്റയ്ക്ക് നിർത്താൻ പറ്റാത്തത് കൊണ്ട് കച്ചവട സാധന സാമഗ്രികളോടൊപ്പം കൂടെ കൂട്ടിയ സംഭവവും, അങ്ങനെ സിറിയയിലേക്ക് പോകും വഴി ഒരു മരച്ചുവട്ടിൽ വിശ്രമിച്ചപ്പോൾ ഒരു പാതിരി വന്ന് പല വിഷയങ്ങളും ചോദിച്ചറിഞ്ഞതും അന്ത്യപ്രവാചകനാകാനുള്ള വ്യക്തിയാണ് എന്ന് മുന്നറിയിപ്പ് കൊടുത്തതും ഒക്കെ ഓർമ്മയുണ്ട്. അതെ, ആ വഴിത്താരകൾ താണ്ടി, മരുഭൂമികൾ താണ്ടി, പല മേഖലകൾ താണ്ടി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹായിയായ മൈസറയോടൊപ്പം വലിയ കച്ചവട സാധന സാമഗ്രികൾ സംഘം ഒട്ടകങ്ങൾ നിരനിരയായി ഷാമിലേക്ക് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഷാമിലേക്കുള്ള 2ാമത്തെ യാത്ര. ഷാമിന്റെ പ്രദേശത്തേക്ക് എത്താൻ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. കാര്യമായി ഒന്ന് വിശ്രമിച്ചിട്ട് പോകാമെന്ന ലക്ഷ്യത്തോടുകൂടി അവിടെ കൂടുതൽ സൗകര്യമൊന്നുമില്ലെങ്കിലും ഒരു വലിയ വടവൃക്ഷം അത് പടർന്ന് പന്തലിച്ച് നിൽക്കുന്നു. കുറെ പഴക്കമുള്ള ഒരു വൃക്ഷം, അതിന്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നു. സുബ്ഹാനല്ലാഹ്, പടച്ചവന്റെ തീരുമാനം. പരിസര പ്രദേശത്ത് താമസിച്ചിരുന്ന ഒരു ബഹീറ, ഒരു പാതിരി, ക്രിസ്ത്യൻ പാതിരി,
9 വയസ്സുള്ളപ്പോൾ അതുവഴി പോയപ്പോൾ കണ്ട അതേ പാതിരിയാണെന്ന് ചരിത്രം പറയുന്നു, അല്ല മറ്റൊരു പാതിരിയാണെന്ന് ചരിത്രം പറയുന്നു. ഏതുമാവട്ടെ രണ്ടാമതൊരു പാതിരിയാവാനാണ് സാധ്യത. ബഹീറ കണ്ടുമുട്ടുന്നു ഈ കച്ചവട സംഘത്തെ ആ മരച്ചുവട്ടിൽ വിശ്രമിക്കുന്നത്. അങ്ങനെ ആ പാതിരി വരികയാണ്, മരത്തിന്റെ ചുവട്ടിലേക്ക് എത്തുകയാണ്, കാര്യങ്ങൾ അന്വേഷിക്കുകയാണ്. മൈസറ കാര്യങ്ങൾ മുഴുവൻ ബോധിപ്പിച്ചു. വരുന്ന വഴിയാത്രയിലെ അനുഭവങ്ങളൊക്കെ ആ വിഷയത്തിൽ. ഏതായിരുന്നു അനുഭവയാത്ര എന്ന് പറഞ്ഞാൽ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന 25 വയസ്സുകാരൻ സഞ്ചരിച്ച ഒട്ടകത്തിന്റെ മേലെ നട്ടുച്ച സമയത്ത് പോലും മേഘം തണലിട്ട് കൊടുക്കുന്ന അനുഭവം മൈസറയെ വല്ലാതെ അത്ഭുതപ്പെടുത്തി, കൂടെയുള്ള കച്ചവട സംഘത്തെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. കാര്യങ്ങളെല്ലാം അന്വേഷിച്ച പാതിരി മൈസറയുടെ സാന്നിധ്യത്തിൽ അടുത്ത് നിൽക്കുന്ന മുഹമ്മദിനോട് പറഞ്ഞു, ആമന്തു ബിക, നിങ്ങളെ കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. വഅശ്ഹദു അന്നകല്ലദീ ദക്കറല്ലാഹു ഫി തൗറാത്ത്, അല്ലാഹു തൗറാത്തിലൂടെ പരിചയപ്പെടുത്തിയ അന്ത്യപ്രവാചകനാകാനുള്ള വ്യക്തിയാണ് നിങ്ങൾ. ഞാൻ നിങ്ങളെ കൊണ്ട് വിശ്വസിക്കുന്നു. യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഖദ് അറഫ്തു ഫീകൽ അലാമാത് കുല്ലിഹാ, ഒരു അന്ത്യപ്രവാചകനുള്ള പേര് മുതൽ അടയാളങ്ങളൊക്കെ നിങ്ങളിൽ നിന്ന് ഞാൻ പ്രകടമായിരിക്കുന്നു, എനിക്ക് പ്രകടമായിരിക്കുന്നു. മഹല ഹസ്നതൻ വാഹിദ, മറ്റൊരാൾക്കും അതുമായി ബന്ധപ്പെട്ട കാണാത്ത അടയാളങ്ങൾ നിങ്ങളിൽ ഞാൻ കാണുന്നു. അതുകൊണ്ടൊന്ന് ചോദിച്ചോട്ടെ, ഫൗലിഹലി അൻ കതിഫൈക, നിങ്ങളുടെ 2 തോളുകൾക്കിട ആ മുതുക് ഭാഗം ഒന്ന് വെളിവാക്കി കാണിക്കുമോ? ഫഔലഹ ലഹു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുപ്പായത്തിന്റെ ഒരു ഭാഗം അങ്ങോട്ട് ഇറക്കിയിട്ട് മുതുക് പ്രകടമാക്കി കൊടുത്തു. ഫഇദാ ഹുവ ബിഖാതമിൻ നുബുവത്തി യതലഉ, ആ നുബുവത്തിന്റെ ആ ഖാതമുൻ നുബുവത്തിന്റെ സീൽ അതിങ്ങനെ വെട്ടിത്തിളങ്ങുന്നു. സുബ്ഹാനല്ലാഹ്. ആ പാതിരി ബഹീറ അതിൽ ചുംബിച്ചു എന്ന് ചരിത്രം പറയുന്നു. വയഖൂലു, അദ്ദേഹം പറയുകയാണ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ വേറെ ആരുമില്ലെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. വഅഷ്ഹദു അന്നക റസൂലുള്ളാഹ്, നിങ്ങൾ അല്ലാഹുവിന്റെ ദൂതനാണെന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു. അന്നബിയിൽ ഉമ്മിയി, എഴുത്തും വായനയും അറിയില്ലാത്ത അന്ത്യപ്രവാചകൻ. അല്ലദീ ബശറ ബിക ഈസ, ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാം, ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തോർക്ക് അവതരിപ്പിക്കപ്പെട്ട ഗ്രന്ഥത്തിൽ പരിചയപ്പെടുത്തിയതനുസരിച്ച് അന്ത്യലോകത്ത് വരുന്ന പ്രവാചകനെ കുറിച്ചൊരു സന്തോഷ വാർത്ത അറിയിച്ചിരുന്നു. ആ അറിയിക്കപ്പെട്ട സന്തോഷ വാർത്തയുടെ ഉടമ താങ്കളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഫഇന്നഹു ഖാല, ഈസാ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ലാ യൻസിലു ബഅദി തഹത ഹാദിഹി ഷജറ, ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ പണ്ടൊരിക്കൽ ഈസാ പ്രവാചകൻ ഇരുന്നു കൊണ്ടാണ് പറഞ്ഞത്, എനിക്ക് ശേഷം ഈ വൃക്ഷത്തിന്റെ ചുവട്ടിൽ ആരും തന്നെ വന്നിരിക്കുകയില്ല, ഇല്ല നബിയിൽ ഉമ്മിയി, എഴുത്തും വായനയും അറിയില്ലാത്ത ഒരു പ്രവാചക സംഘമല്ലാതെ, ഒരു പ്രവാചകനല്ലാതെ. അൽ ഹാഷിമി, ഹാഷിമി കുടുംബത്തിൽപ്പെട്ട, അൽ അറബി, അറബിയായ, അൽ മക്കി, മക്കയിൽ ജനിച്ചു വളരുന്ന, അൽ മദനി, മദീനയിൽ അടങ്ങുന്ന, സാഹിബുൽ ഹൗലി വശഫാഅ, ഹൗലുൽ കൗസറിന്റെയും ഷഫാഅത്തിന്റെയും ഉടമയായ, സാഹിബുൽ ലിവാഇൽ ഹംദി, പാരത്രിക ലോകത്തിൽ ഹംദിന്റെ കൊടി പിടിക്കുന്ന, സാഹിബു ഖൗല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കിന്റെ ഉടമയായ ഒരന്ത്യപ്രവാചകനല്ലാതെ എനിക്ക് ശേഷം ഈ വൃക്ഷത്തിന്റെ തണലിൽ വന്നിരിക്കുകയില്ല എന്ന് അന്ന് ഈസാ പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നു. ഈ മരച്ചുവട്ടിൽ വന്നിരിക്കുന്ന ഒരു കച്ചവട സംഘത്തെ നാളുകളായി ഞങ്ങളും ഞങ്ങളുടെ മുൻഗാമികളും കാത്തിരിക്കുകയായിരുന്നു. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ട് മുഹമ്മദ്, അതേപോലെ മൈസറയെയും മുഹമ്മദിനെയും അടുത്ത് വിളിച്ചുകൊണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാതിരി പറയുകയാണ്, ഇഹ്ഫദ് അലാ ഹാദാ, ഈ മുഹമ്മദിന്റെ മേൽ ഒരു പ്രത്യേക സൂക്ഷ്മത വേണം. മിനൽ യഹൂദി, ജൂതന്മാരുടെ കണ്ണെത്തുന്നതിനെ തൊട്ട്, ഫഇന്നഹും അഅദാഉഹു, അവർ ഈ മുഹമ്മദിന്റെ ശത്രുക്കളാണ്. വലം യജഅലല്ലാഹു ലഹും അലൈഹി സബീലാ, അവരെത്ര കിണഞ്ഞു പരിശ്രമിച്ചാലും മുഹമ്മദിനെതിരിൽ ഒന്നും ചെയ്യാൻ അവർക്ക് പടച്ചവൻ വഴിവെച്ചു കൊടുക്കുകയില്ല. സുബ്ഹാനല്ലാഹ്. സുമ്മ മളൗ ഹത്തൻ തഹൗ ഇല ശാമി,
അങ്ങനെ അവിടെ നിന്ന് അവർ ഷാമിലേക്ക് എത്തിച്ചേർന്നു. ഫബാഉ മതാഅഹും, കച്ചവട സാധന സാമഗ്രികളൊക്കെ വിറ്റ് തീർത്തു. വറബഹ റിബ്ഹൻ ലം യർബഹ മിസ്ലഹു ഖത്തു. മൈസറ പറയുകയാണ്, കഴിഞ്ഞ 40 വർഷമായിട്ടുള്ള അനുഭവത്തിൽ ലഭിക്കാത്ത അത്രയും കച്ചവടത്തിന്റെ ലാഭങ്ങൾ ഞങ്ങൾക്ക് ലഭ്യമായി. ഫഖാല മൈസറ, മൈസറ പറയുകയാണ്, യാ മുഹമ്മദ്, ഓ മുഹമ്മദേ, ഇന്നാ ഇത്തജർനാ ലി ഖദീജ 40 സന, കഴിഞ്ഞ 40 വർഷമായി ഞങ്ങൾ ഖദീജയ്ക്ക് വേണ്ടി കച്ചവടത്തിന് വേണ്ടി വരുന്ന വ്യക്തികളാണ്. മാ റഅയ്തു, ഞാൻ കണ്ടിട്ടില്ല, റിബ്ഹൻ ഖത്തു, ഇത്രത്തോളം ലാഭം കണ്ടിട്ടില്ല, അക്സറ മിൻ ഹാദ റിബ്ഹി അലാ വജ്ഹിക, നിങ്ങൾ ഉള്ളപ്പോൾ നിങ്ങളുടെ കെയർ ഓഫിൽ ലഭിച്ച ഈ കച്ചവടത്തിന്റെ ലാഭം പോലെ മുമ്പൊരിക്കലും ഞങ്ങൾക്ക് ലാഭം ലഭിച്ചിട്ടില്ല. സുബ്ഹാനല്ലാഹ്. സാധനങ്ങളൊക്കെ വിറ്റഴിച്ചു. ഖദീജ ഒരു കുറിപ്പ് കൊടുത്തു വിട്ടിരുന്നു, സാധനങ്ങളൊക്കെ വിറ്റഴിച്ച് പൈസ കയ്യിൽ വന്നാൽ, ദിർഹം ദീനാർ കയ്യിൽ വന്നാൽ, മക്കയിൽ കിട്ടാത്ത പല സാധന സാമഗ്രികളും ഷാമിന്റെ കമ്പോളങ്ങളിൽ കിട്ടും, അത് വാങ്ങിക്കൊണ്ട് വരാനുള്ള ലിസ്റ്റ് കൊടുത്തു വിട്ടിരുന്നു. അതിനുള്ള സാധന സാമഗ്രികളും വാങ്ങി തിരിച്ചു മടങ്ങാനുള്ള ഒരുക്കമായി. അങ്ങനെ കച്ചവട സംഘം ഇങ്ങനെ നാട്ടിലേക്ക് ഷാമിൽ നിന്ന് പുറപ്പെടുകയാണ്. യാത്രാമധ്യേ പലപ്പോഴും മൈസറ നോക്കിക്കാണുന്ന അനുഭവമാണ്. എല്ലാ സമയത്തും മുഹമ്മദിന്റെ ഒട്ടകം എവിടെ ചലിക്കുന്നു, അതിന്റെ മേലെ മുഹമ്മദ് ഉണ്ടോ, മേഘം ആ ഒട്ടകത്തിന്റെ മുഹമ്മദിന്റെ മേലെ തണലിട്ട് കൊടുക്കുന്നു. മുൻഗാമികൾ പറഞ്ഞതും പാതിരിമാര് പറഞ്ഞതും ഒക്കെ ഇതൊരു അന്ത്യപ്രവാചകന്റെ എല്ലാ അടയാളമാണ്. സുബ്ഹാനല്ലാഹ്. ഖദീജയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഈ മുഹമ്മദ് എന്ന നേതൃത്വം നൽകി വന്ന വ്യക്തിയെ തുടർന്ന് എല്ലാ കച്ചവടത്തിനും നേതൃത്വം നൽകാൻ ഏൽപ്പിക്കാനുള്ള അഭിപ്രായം പറയാൻ മൈസറ കാത്തു നിൽക്കുകയാണ്. നാട്ടിലേക്ക് മടങ്ങുമ്പോൾ മൈസറ മുഹമ്മദിനോട് പറഞ്ഞു, മുഹമ്മദേ, ഇതിനു മുമ്പൊന്നും കിട്ടാത്ത കച്ചവടത്തിന്റെ ലാഭമാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അല്പം നേരത്തെ പൊയ്ക്കോ, ഞാൻ പിന്നാലെ സംഘവുമായിട്ട് വരാം. ലാഭവിഹിതത്തെക്കുറിച്ച് ഖദീജയ്ക്ക് സന്തോഷം വരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന പെണ്ണൊട്ടകം കൂലിയുണ്ടല്ലോ, അതിനേക്കാൾ വർദ്ധിച്ചുകൊണ്ട് ഒട്ടകങ്ങളെ വീണ്ടും കൂടുതൽ തന്നേക്കാം, മുമ്പോട്ട് പൊയ്ക്കോളൂ. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്കിലും ഒരുപാട് തിരക്ക് പിടിച്ചു പോകാൻ ശ്രമിച്ചില്ല. കുറെ സംഘത്തെയും കൂടെ കൂട്ടിക്കൊണ്ട് ഒട്ടകത്തെ അല്പം വേഗം നയിച്ചു. അങ്ങനെ കച്ചവട സംഘം തിരിച്ചെത്തുന്ന ദിവസം സമയം ഏകദേശം അടുത്തിരിക്കുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവരുടെ വീടിന്റെ മട്ടുപ്പാവിൽ കയറി ഇങ്ങനെ ദൂരേക്ക് ലക്ഷ്യം വെച്ച് നോക്കുകയാണ്. അത്ഭുതം, അത്ഭുതം, അതാ വരുന്നു എന്റെ പ്രിയപ്പെട്ട കച്ചവട സാധന സാമഗ്രികൾ. ഓരോ ഒട്ടകങ്ങളും ഇങ്ങനെ നിരനിരയായി വരുന്നു. കാഫിലക്കൂട്ടം. ഒട്ടകത്തിന്റെ മേലെയുള്ള കെട്ടുകൾ കാണുമ്പോൾ മനസ്സിലാകും കൊണ്ടുപോയതിനേക്കാൾ വലിയ കെട്ടുകൾ. കച്ചവടത്തിൽ നല്ല മെച്ചം വന്നിട്ടുണ്ടെന്ന് മനസ്സിലായി. ആദ്യ സംഘം വന്ന് മുമ്പിൽ നിന്നു. അതിന്റെ ഒരു ഒട്ടകത്തിന്റെ മുകളിൽ നിന്ന് മുഹമ്മദ് താഴെ ഇറങ്ങി കടിഞ്ഞാണും പിടിച്ചുകൊണ്ട് വീടിന്റെ മുമ്പിലേക്ക് വരുമ്പോൾ ഖദീജ മട്ടുപ്പാവിൽ നിന്ന് താഴെ ഇറങ്ങി ഓടിപ്പോയി സ്വീകരിക്കാൻ നിൽക്കുന്നു. അപ്പോൾ ചോദിച്ചു, മൈസറ എന്തിയേ? മൈസറ പിന്നാലെ വരുന്നുണ്ട്. ഞങ്ങളോട് അല്പം തിരക്കിട്ട് പൊയ്ക്കോളാൻ പറഞ്ഞു. കച്ചവടം നല്ല ലാഭകരമായിരുന്നു. ചെറിയ വാർത്തകളൊക്കെ പറഞ്ഞപ്പോൾ ഈ മുഹമ്മദും അതേപോലെ ആദ്യം വന്ന കച്ചവട സംഘവും മട്ടുപ്പാവിലിരുന്ന് കണ്ട ഖദീജ ബീവിക്ക് ഒരു കാര്യം ബോധ്യമായി. മുഹമ്മദിന്റെ നേരെ തലയ്ക്ക് മുകളിലാണ് പ്രത്യേകമായി മേഘം ചലിച്ചുകൊണ്ട് തണലിടുന്നത്. മേഘത്തിന്റെ ദിശ മറ്റൊരു ദിശയാണ് എല്ലാ മേഘങ്ങൾക്കും. പക്ഷേ മുഹമ്മദ് നടക്കുന്ന വഴികളിൽ മുഹമ്മദിന്റെ ഒട്ടകം ഏത് ഭാഗത്തേക്ക് പോകുന്നു അതിന്റെ മുകളിൽ തണൽ പ്രത്യേകമായി മറ്റൊരു രീതിയിൽ ചലിക്കുന്നു. അത് മുഹമ്മദിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ കൂടെ കൂടിയിട്ടുള്ളതാണോ എന്നറിയാൻ വേണ്ടി ഒരു ഹിക്മത്ത് എടുത്തു ഖദീജ ബീബി റളിയല്ലാഹു അൻഹ. മൈസറയെ അന്വേഷിച്ചു. മൈസറ പിന്നാലെ വരുന്നുണ്ടെന്നറിഞ്ഞു. അപ്പോൾ പറഞ്ഞു, മുഹമ്മദെ, താങ്കൾ ദ്രുതഗതിയിൽ ഒന്ന് പിന്നോട്ട് പോകണം, മൈസറയും കൂട്ടി പെട്ടെന്ന് വരണം. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒട്ടകപ്പുറത്ത് വീണ്ടും കയറി മൈസറയെ പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പിന്നോട്ട് പോകുമ്പോൾ നേരത്തെ കണ്ട അതേ ആ തണൽ മേഘം മുഹമ്മദ് തിരിച്ചു പോകുന്ന അതേ വഴിയിലൂടെ എതിർദിശയിലൂടെ ആ മേഘം ചലിക്കുന്നു. അത്ഭുതങ്ങൾ, അത്ഭുതങ്ങൾ ഖദീജ ബീവി നേരിട്ട് കാണുകയാണ്. അപ്പോൾ ഓർമ്മ വന്നു അന്ത്യപ്രവാചകനായി വരാനുള്ള മുഹമ്മദിനെ കുറിച്ച്. ആഗമനത്തിന്റെ സമയമായതിനെ കുറിച്ച് കഅബാലയത്തിന്റെ സമീപത്തു നിന്നുകൊണ്ട് ഒരു ജൂത പാതിരി ഒരിക്കൽ പ്രസംഗിച്ചത് നേരിട്ട് കേട്ടിട്ടുണ്ട്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് അഹ്മദ് എന്ന് പേര് വെക്കപ്പെടുന്ന ഒരു അന്ത്യപ്രവാചകൻ വരാനുള്ള കാലം സമയമടുത്തിരിക്കുന്നു. മക്കയിലെ തരുണികളെ, മുഹമ്മദ് എന്ന ആ അന്ത്യപ്രവാചകനോടെ പത്നിസ്ഥാനം അലങ്കരിക്കാൻ നിങ്ങൾക്ക് ആർക്കാണ് ഭാഗ്യമുണ്ടാവുക
എന്ന് ഞാൻ കാത്തിരിക്കുകയാണെന്ന് സ്ത്രീ സമൂഹത്തോട് ജൂത പാതിരി പറഞ്ഞത് ഒരിക്കൽ ഖദീജ ബീവി നേരിട്ട് കേട്ടിരുന്നു. അപ്പോൾ മനസ്സിൽ ചിന്തയായി, ഇത് അന്ത്യപ്രവാചകനാവാനുള്ള മുഹമ്മദ് തന്നെയാണല്ലോ. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മൈസറയുടെ അടുക്കലേക്ക് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു പോവുകയും മൈസറ വല്ലാതെ ക്ഷീണിതനാണ്. കൂടെയുള്ള രണ്ടൊട്ടകങ്ങൾ ദ്രുതഗതിയിൽ നടക്കാൻ വയ്യാതായിട്ടുണ്ട്. അത്ഭുതം കൂറുന്ന രീതിയിൽ മുഹമ്മദ് അവിടുത്തോരുടെ അനുഗ്രഹീതമായ കരങ്ങൾ കൊണ്ട് ഒട്ടകത്തെ ഒന്ന് തടവുമ്പോൾ ആ ഒട്ടകത്തിന്റെ വയ്യായ്മയും ബുദ്ധിമുട്ടുമൊക്കെ മാറി അത് ദ്രുതഗതിയിൽ നല്ല ഉഷാറോടുകൂടി നടക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല, മറ്റ് മൈസറയുടെ കൂടെയുള്ള മറ്റ് ഒട്ടകങ്ങളെക്കാൾ മുൻനിരയിലേക്ക് ആ ഒട്ടകം കുതിച്ചെത്തുകയും ചെയ്തു. മൈസറയുടെ ആ യാത്രയിലെ അവസാനത്തെ അനുഭവം, വീട്ടിലേക്ക് എത്തേണ്ട താമസം, ഖദീജ ബീവിക്ക് ലാഭവിഹിതം ഒക്കെ കൂടുതലായി എന്നറിഞ്ഞ സന്തോഷവും, മുഹമ്മദിനെ കുറിച്ച് കൂടുതൽ അറിയാൻ മൈസറയോട് സംസാരിക്കുമ്പോ മൈസറ ആ യാത്രയിലുണ്ടായ എല്ലാ അനുഭവങ്ങളും, നീതി, നന്മയുടെ ബോധം, സഹകരണം, വിട്ടുവീഴ്ച, സ്നേഹം, പരിഗണന, വിശ്വസ്തത, വിശ്വാസം, മുഹമ്മദിനെ കുറിച്ച് മാത്രമേ മൈസറയ്ക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. അത് മാത്രമേ ഖദീജയ്ക്ക് ചോദിക്കാനും ഉണ്ടായിരുന്നുള്ളൂ. ലാഭത്തിന്റെ മെച്ചത്തെക്കുറിച്ചൊന്നും അന്വേഷിച്ച് സമയം കളയാതെ മുഹമ്മദിനെ കുറിച്ച് മാത്രം കൂടുതൽ അന്വേഷിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അങ്ങനെ ഖദീജ ബീവി മനസ്സിൽ എന്തോ തീരുമാനമെടുക്കുന്നു. ആ തീരുമാനം അറിയിക്കണം മുഹമ്മദിനെ. എന്താണ് ആ തീരുമാനം? സുബ്ഹാനല്ലാഹ്. വൈവാഹിക ജീവിതത്തെ കുറിച്ചുള്ളൊരു ചിന്ത. ഖദീജ ബീവി ആണെങ്കിൽ പലതവണ വിവാഹം കഴിക്കപ്പെട്ടിട്ട് ഭർത്താക്കന്മാരൊക്കെ മരണപ്പെട്ടിട്ട് ഇനി ഒരു വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ തയ്യാറില്ലാതെ ഇരിക്കുകയാണ്. മക്കയിലെ പല ഖുറൈശി പ്രമുഖരും വിവാഹാലോചനയുമായി വന്നിട്ടും തടഞ്ഞിട്ടുള്ള വ്യക്തിയാണ്. എന്നിട്ട് പുതിയ ചിന്തയിലേക്ക് കടക്കുകയാണ് ഖദീജ ബീവി. ഏതാണ് ആ ചിന്ത? ഇൻഷാ അല്ലാഹ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് നാളെ സംസാരിക്കാം. പറഞ്ഞതും കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാവട്ടെ. അപ്പോൾ ഇന്നത്തെ നസീഹത്തിലൂടെ നമുക്ക് കിട്ടുന്ന പാഠം എന്താ? മഹാനായ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കച്ചവടക്കാരനായിരുന്നു. സ്വഹാബികളിൽ ഏറിയ പങ്കും കച്ചവടക്കാരായിരുന്നു. മക്കയിലെ ഖുറൈശികളെ സംബന്ധിച്ചിടത്തോളം കച്ചവടക്കാർക്കാണ് മാർക്കറ്റ്. ഒരു വിവാഹ ആലോചന വന്നാലും അവനൊരു കച്ചവടക്കാരനാണെന്ന് പറഞ്ഞാൽ സ്ഥാനം കൂടുതലാണ്. അപ്പൊ കച്ചവടം ഒരു സുന്നത്തായ കർമ്മമാണ്. ഈ കാലഘട്ടത്തിൽ കച്ചവടം കപടമായി മാറ്റപ്പെടുന്ന ഈ കാലഘട്ടം, എവിടെയും ചതി, എവിടെയും വഞ്ചന, എവിടെയും അക്രമം, എവിടെയും പൂഴ്ത്തിവെക്കല്, എവിടെയും ഒന്ന് കാണിച്ചിട്ട് മറ്റൊന്നെടുത്ത് കൊടുക്കുന്ന പദ്ധതി, ചതി, വഞ്ചന. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഹാബികൾ ഒരിക്കൽ ചോദിച്ചപ്പോൾ, പിന്നീട് കാലങ്ങൾക്ക് ശേഷം നുബുവത്തൊക്കെ ലഭിച്ചതിന് ശേഷം സഹാബികൾ ചോദിക്കുകയാണ്, അയ്യുൽ മാലി അത്യബു യാ റസൂലല്ലാഹ്, സമ്പത്തിൽ ഏറ്റവും നല്ല സമ്പത്ത് ഏതാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി കൊടുത്തത്, അമലു റജുലി ബിയദിഹി, ഒരാള് അവന്റെ സ്വന്തം അധ്വാനം കൊണ്ടുണ്ടാക്കുന്ന സമ്പത്ത്, വകുല്ലു ബൈഇൻ മബ്റൂരിൻ, എല്ലാം നല്ല കച്ചവടവും. അപ്പൊ കച്ചവടം ഇബാദത്താണ്. കച്ചവടം സുന്നത്തായ നടപടിക്രമമാണ്. അതെന്ത് ചെയ്യണം? മാന്യമായി ചെയ്യണം, കാപഢ്യമില്ലാതെ, ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ. അതുകൊണ്ട് തന്നെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്താജിറു സ്വദൂഖുൽ അമീനു, വിശ്വസ്തനും സത്യസന്ധനുമായ കച്ചവടക്കാരൻ, മഅൻ നബിയ്യീന വസ്സുദ്ദീഖീൻ, പ്രവാചകന്മാരോടും സുദ്ദീഖീങ്ങളോടും ഒപ്പമാണ് സ്വർഗീയ സോപാനത്തിൽ. അതെ, കച്ചവടം അത് മാന്യമായി ചെയ്യണം. സുന്നത്തായ ഒരു ചര്യയായി അതിനെ പിൻപറ്റണം. ചതിയില്ലാതെ, വഞ്ചനയില്ലാതെ, പൂഴ്ത്തിവെപ്പില്ലാതെ, അമിത ലാഭമില്ലാതെ, ഒന്ന് കാണിച്ചിട്ട് തത്തുല്യമായ മറ്റൊരു ഡ്യൂപ്ലിക്കേറ്റ് കൊടുത്ത് ഉപഭോക്താക്കളെ വഞ്ചിക്കാതെ, മാന്യമായി പടച്ചവന്റെ പൊരുത്തത്തിൽ ഉള്ള ഒരു ഇബാദത്താണെന്ന് കണ്ടുകൊണ്ട് അതിനെ കച്ചവടം ചെയ്താൽ ആ സുന്നത്തായ കർമ്മത്തെ പിൻപറ്റിയതിന്റെ പ്രതിഫലം കിട്ടും. അത് അനുവദനീയമായ സമ്പത്താണ്. ഒരു മനുഷ്യന് ജീവിതത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന സമ്പത്തിൽ അധ്വാനത്തിന്റെ ഫലമുള്ള സമ്പത്ത് കഴിഞ്ഞാൽ പിന്നെ അനുവദനീയമായ കച്ചവടമാണെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും കേട്ടതും അനുസരിച്ച് അമൽ ചെയ്യാൻ തൗഫീഖ് തരുമാറാവട്ടെ. വആഖിറു ദഅവതി അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ, 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 ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാഹ്.
നബിതങ്ങളെ പറയുന്നതിലൂടെ, പഠിപ്പിക്കുന്നതിലൂടെ പാഠം ഉൾക്കൊള്ളാനും അവിടുത്തോരുടെ നടപടിക്രമങ്ങളെ സ്വന്തം ജീവിതത്തിൽ അനുധാവനം ചെയ്ത് പടച്ചവനെ നിന്നെ തൃപ്തിപ്പെടുത്താനും നിന്നെ സ്നേഹിക്കാനും നിന്നിൽ നിന്ന് പാപമോചനം നേടിയെടുക്കാനും ഞങ്ങൾക്കും ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും ഇത് കേൾക്കുന്നവർക്കും ഇത് മറ്റുള്ളവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ പകർന്നു കൊടുക്കുന്നവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على سيدنا محمد يا ربي صل عليه وسلم.